ശ്രീ നമസ്കാരം. നമസ്കാരം. ഏറെ വൈകി വന്ന ബീരൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ തുടരുന്ന ഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ തകൃതിയായിട്ട് ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. രാഷ്ട്രപതി ഭരണത്തിലേക്കാണോ പുതിയ മുഖ്യമന്ത്രിയാണോ ഉണ്ടാവുക എന്ന കാര്യത്തിലേക്കൊക്കെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഒരു രാജി അത് BJP ഒരു തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്നാണോ സാറ് വിശ്വസിക്കുന്നത്? അതോ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിസഭയിലെ MLA മാർ വോട്ട് ചെയ്യുമെന്ന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള രാജിയായിരിക്കുമോ? ഗൗതം, ഇതിൽ BJPയുടെ ഒരു തെറ്റിദ്ധരുത്തൽ നടപടി എന്ന രീതിയിലത്തേക്ക് ഇതിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധരുത്തലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഉത്തരവാദിത്തം നേരത്തെ തന്നെ ബിരൻ സിംഗിന് ഏറ്റെടുക്കാമായിരുന്നു. അതല്ല എങ്കിൽ അദ്ദേഹം ഈ കലാപത്തിനെ നിയന്ത്രിക്കാനായിട്ട് പരാജയപ്പെട്ടു, സംവിധാനം അവിടെ പരാജയപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരാളിനെ അവിടേക്ക് കൊണ്ടുവരാമായിരുന്നു. ഇനി അതല്ല, ഒരു ചെറിയ പീരീഡിലേക്ക് രാഷ്ട്രപതി ഭരണം അവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം നേരിട്ടുള്ള ഒരു കൺട്രോൾ എടുത്തതിന് ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നുവെങ്കിൽ ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ഒന്നും തന്നെയല്ല ഈ പ്രശ്നം തുടങ്ങിയത്. പരമ്പരാഗതമായിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ പോലും ഇത്തവണ ഇത് കത്തിയത് 2023 മെയ് മാസത്തിലോ മറ്റോ ആണ്. അപ്പോൾ അതിനുശേഷം സുദീർഘമായിട്ടുള്ള ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമയത്ത് BJP ഒരു തെറ്റിദ്ധരുത്തലിന് പോയി എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല. എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഗൗതം ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അവിശ്വാസ പ്രമേയം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വരുന്നത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ആദ്യകാലം മുതൽ തന്നെ പ്രത്യേകിച്ച് ഈ കുക്കി വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുള്ള സമയത്ത് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ പല ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കുറേയധികം അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുക്കി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു 10 MLA മാർ, അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 7 BJP MLA മാർ, 2 പേരും മന്ത്രിമാർ, ഇവരെല്ലാവരും തന്നെ ആദ്യമേ പറഞ്ഞിരുന്നത് ഈ കലാപത്തിനെ നിയന്ത്രിക്കാനായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ബിരൻ സിംഗ് ഒരു പരാജയമായിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് തന്നെ നൽകുന്ന കുറേയധികം ആൾക്കാർ BJPയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഡൽഹിയിൽ അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട്, പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട്, പിന്നെ അതേപോലെ JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള BJP MLA മാർ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മുഖ്യമന്ത്രിയോടുള്ള അവിശ്വാസമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. തന്നെയുമല്ല, ഇങ്ങനെയുള്ള പല ആൾക്കാരും ഒരു പക്ഷേ ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ ആ അവിശ്വാസ പ്രമേയത്തിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നും, അങ്ങനെയാണെങ്കിൽ ബിരൻ സിംഗിൻ്റെ ഒരു എക്സിറ്റ് അവിടെ ഉണ്ടാകുന്നതിൻ്റെ വലിയൊരു നാണക്കേട് BJPക്ക് കൂടിയാണ് എന്നതിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവാണ്. അതായത് ഒരുപക്ഷെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന MLA മാരെയൊക്കെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി BJPയുടെ കേന്ദ്ര നേതൃത്വം ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല, അവിടെ ഒരു കാര്യമായ പ്രശ്നമുണ്ട്. അവിടെ കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അവിടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല. ഇനി മുഖ്യമന്ത്രിയെ മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾക്ക് അവിശ്വാസ പ്രമേയത്തിനെ പിന്തുണയ്ക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഒരുപക്ഷെ ഈ MLA മാർ കൃത്യമായി BJPയെ അറിയിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വരാനായിട്ടുള്ള സാഹചര്യം. അതല്ലാതെ ഒരു തെറ്റിദ്ധരുത്തൽ നടപടിയായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാഴ്ചകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറേയധികം ആൾക്കാർ ഡൽഹിയിൽ പോയി JP നദ്ദയോടായിക്കോട്ടെ അല്ലെങ്കിൽ അമിത്ഷായോടായിക്കോട്ടെ ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ അവിടുത്തെ സ്പീക്കറുണ്ട്. ആ സ്പീക്കർ അവിടെ ചെന്ന്, സ്പീക്കർ തന്നെ മുഖ്യമന്ത്രിയുമായി വലിയ രസത്തിലുള്ള ആളല്ല, അപ്പോൾ സ്പീക്കർ അവിടെ പോയി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവർണർ അവിടെ പോയി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പിന്നെ മണിപ്പൂരിലെ ചില മന്ത്രിമാരടക്കം, അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഖേംചന്ദ് സിംഗ് എന്ന് പറയുന്ന ഒരു മന്ത്രി അടക്കം മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ ഡൽഹിയിൽ പോയി വിവിധ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അതായത് കേവലം MLA മാർ മാത്രമല്ല, മറ്റേ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിലുള്ള ആൾക്കാർ സ്പീക്കറോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ പറയാൻ കഴിയുമോ അതിൻ്റെ പരമാവധിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. അതായത് അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ അതിനെ തടയാനായിട്ടുള്ള ശ്രമമൊന്നും തന്നെ ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ സ്പീക്കറുടെ നിലപാട് പോലും ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടാകുന്ന സമയത്ത് വളരെ ക്രിട്ടിക്കലാണ് എന്നതിനെക്കുറിച്ച് BJPക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുകയും ഒരുപക്ഷെ അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത എന്നത് ഒരു അവിശ്വാസ പ്രമേയം വഴി ഒരുപക്ഷെ സാധ്യതയില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിലേക്ക് വന്ന് ആ അവിശ്വാസ പ്രമേയം പാസ്സാവുന്നെങ്കിൽ അതിൽ BJP MLA മാരുടെ പിന്തുണ കൂടി ഉണ്ട് എന്നത് വന്നു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരിക്കും. ആ നാണക്കേട് ഒഴിവാക്കുന്നതിൻ്റെ
ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ബീരൻ സിംഗ് ഇപ്പോൾ ഒരുപക്ഷെ മാറുന്നത്. ബീരൻ സിംഗ് തന്നെ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അമിത്ഷാ ഒരുപക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി രാജിവെക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല എന്ന് അദ്ദേഹത്തിനോട് പറയുകയും അതിനെ തുടർന്ന് അദ്ദേഹം രാജി സമർപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BJP അതുകൊണ്ടൊരു ഫയർ ഫൈറ്റിംഗ് മോഡിലാണ് എന്ന് മാത്രമേ കരുതാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഇതൊരു തിരുത്തൽ നടപടിയായിരുന്നുവെങ്കിൽ ഇത് സ്വീകരിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും തന്നെ അവർ പോയിട്ടില്ല. ഇനി ഒരു രാഷ്ട്രപതി ഭരണം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് ഒരു രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അനുയോജ്യമായിട്ടുള്ള ഒരു നടപടിയാവുകയില്ല. കാരണം അങ്ങനെ വേണമായിരുന്നുവെങ്കിൽ സെന്ററിന് കൺട്രോൾ എടുക്കണമായിരുന്നുവെങ്കിൽ അതിനുമുള്ള സമയം നേരത്തെയായിരുന്നു. ആ സമയം പോലും കഴിഞ്ഞുപോയി. ഇനി അവിടെ ചെയ്യേണ്ടത് എല്ലാ ആൾക്കാർക്കും വിശ്വാസ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, അത് തന്നെ ഈ പറയുന്ന കുക്കി മെയ്തി വിഭാഗങ്ങൾ, ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാവരാലും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് BJP MLA-മാർക്ക് ഉൾപ്പെടെ ബോധ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ അങ്ങോട്ടേക്കാകും അവർ പോവുക. അതല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ മാറ്റി ഉടനെ തന്നെ ദീർഘകാലത്തേക്ക് ഒരു രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നതൊന്നും തന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിലില്ല. നേരത്തെ ആയിരുന്നുവെങ്കിൽ അതിനൊരു പക്ഷേ പിന്തുണയ്ക്കുന്ന നിരവധി ആൾക്കാരുണ്ടാകുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അതുണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. സർ, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ബീരൻ സിംഗിന്റെ രാജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ പലയധികം BJP നേതാക്കളടക്കം ആവശ്യം ഉന്നയിച്ചതാണ്. അപ്പോഴൊക്കെ അദ്ദേഹത്തെ കൈവിടാതെ കൂടെ നിർത്തിയ കേന്ദ്ര നേതൃത്വം ഏറ്റവും അവസാന ഘട്ടത്തിൽ രാജിയിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു രാജി നേരത്തെ തന്നെ സംഭവിച്ചുകൂടായിരുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരുന്നേനെ, അതായത് കുറച്ചും കൂടി ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം മറ്റൊരു മുഖ്യമന്ത്രിയിലൂടെ മണിപ്പൂർ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പിഴവ് സംഭവിച്ചു എന്ന് സാറ് കരുതുന്നുണ്ടോ? അതായത് ഈ രാജി നേരത്തെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് സാറ് കരുതുന്നുണ്ടോ? നിശ്ചയമായും. കാരണം മണിപ്പൂരിലെ സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവുകയാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് എപ്പോഴാണ് ഒരു സർക്കാരിന് നൽകാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയുക? അദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന പര്യാപ്തമായിട്ടുള്ള ഒരു സമയം വേണം. അവിടുത്തെ ടെറൈൻ്റെ പ്രത്യേകത കൊണ്ടാണെങ്കിലും ഈ സാമുദായികമായിട്ടുള്ള സംഘർഷം അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എങ്കിലും ഇതൊക്കെ അതിന് കാരണങ്ങളായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു ഗ്രിപ്പ് സിറ്റുവേഷനിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതിന് വേണ്ടുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള ടൈം അത് കഴിഞ്ഞതിന് ശേഷവും ബീരൻ സിംഗിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മതിയായ രീതിയിലത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാണുള്ള തിരിച്ചറിവ് എങ്കിൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ടോ, ഇനി അതല്ല എങ്കിൽ ആ സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വന്നാൽ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം അവിടെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ കേന്ദ്രം ശ്രമിക്കണമായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്യേണ്ടുന്ന ഫയർ ഫൈറ്റിംഗ് മോഡ് ആ സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേന്ദ്രത്തിന് കൂടുതൽ കൺട്രോൾ അവരെ എടുക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് ഉണ്ടാകുമായിരുന്നു. മറിച്ച് ബീരൻ സിംഗ് തന്നെ അവിടെ അധികാരത്തിൽ തുടരുകയും ഈ സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവുകയും ചെയ്തപ്പോൾ ബീരൻ സിംഗിനെ ആദ്യം തന്നെ ബാക്ക് ചെയ്തിരുന്ന ഗവൺമെൻറ്റിന്, കേന്ദ്ര സർക്കാരിന് അതൊരു നാണക്കേടായി. അപ്പോൾ ആ നാണക്കേടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഈഗോയുടെ പുറത്ത് ബീരൻ സിംഗിനെ മാറ്റാനായിട്ട് അവർ തയ്യാറായതുമില്ല. കാരണം ഒരുപക്ഷെ BJP പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവുക, ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ടില്ല എങ്കിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നത് ഒരുപക്ഷെ ഭരണ പരാജയത്തിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെപ്പറ്റി അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാകും. അതൊരു കൺഫെഷൻ പോലെയാകും എന്നവർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇനി അതിനുണ്ടാകുന്ന ഏറ്റവും വലിയ നാണക്കേട് എവിടെയാണ്? BJP ഒരു മുഖ്യമന്ത്രിയെ ബാക്ക് ചെയ്യുകയും അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാരടക്കം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പിന്തുണ BJP നൽകുകയും ചെയ്തതിന് ശേഷം അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹം പുറത്താവുകയാണ് എങ്കിൽ ഇതുവരെ അദ്ദേഹത്തെ ബാക്ക് ചെയ്തിരുന്ന BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. കാരണം അവരുടെ ഡിസിഷൻ തെറ്റാണ് എന്നും ആ ഡിസിഷൻ ആയിരുന്നു ശരി എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാനായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് വന്നു കഴിഞ്ഞാൽ BJPയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പരാജയമായിട്ട് അത് വിലയിരുത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ബീരൻ സിംഗിനെ ഈ ഒരു സമയത്ത് ബീരൻ സിംഗിനെ കൈവിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ഇതല്ലാതെ മറ്റു മാർഗമില്ല. കാരണം ബീരൻ സിംഗിനെ എല്ലാ കാലത്തും സംരക്ഷിച്ച് ഒപ്പം നിർത്തുകയാണ് എങ്കിൽ അദ്ദേഹം അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ ബീരൻ സിംഗിന് ഉണ്ടാകുന്ന നാണക്കേടിനേക്കാൾ കൂടുതൽ BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിനാകും. അതൊരു പക്ഷേ താങ്ങാനായിട്ട് BJPക്ക് കഴിവുണ്ടാവില്ല, BJP അതിനെ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ അവിശ്വാസ പ്രമേയം എന്നുള്ള ഒരു സാധ്യത പരിഗണിച്ച് ഈ സമയത്ത് ബീരൻ സിംഗിനെ കൈവിടാനായിട്ട് BJP സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിച്ചിരിക്കുക. നേരത്തെ ആയിരുന്നു ഇത് ചെയ്യുന്നത് എങ്കിൽ കുറച്ചുകൂടി ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആകുമായിരുന്നു അത്.
എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ ഒരു സമയത്ത് അത് ചെയ്തില്ല. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാഠങ്ങളാണ്. അതായത് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പാഠങ്ങളാണ്. അതിൽ ഒരുപക്ഷെ BJPക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ഇങ്ങനെ അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അവർ തിരുത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ കരുതാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും സാർ, എന്തായാലും അനിവാര്യമായ ഘട്ടത്തിൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിക്കട്ടെ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.